എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ടി20യിൽ ഇന്ത്യ 51 റൺസിന് തോറ്റതിന് പിന്നാലെ ഡ്രസ്സിംഗ് റൂമിൽ കനത്ത നിരാശയായിരുന്നു. നായകൻ സൂര്യകുമാർ യാദവ് കടുത്ത ദേഷ്യത്തിലും നിരാശയിലുമായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെയും ടീം മാനേജ്മെന്റിനെയും രൂക്ഷമായി വിമർശിച്ച് മുൻ നായകനും ഇതിഹാസ താരവുമായ മഹേന്ദ്ര സിംഗ് ധോണി രംഗത്തെത്തിയിരിക്കുകയാണ്. ധോണിയുടെ തത്സമയ പ്രസ്താവനയുടെ നോട്ടിഫിക്കേഷൻ ഫോണിൽ തെളിഞ്ഞതോടെയാണ് നിശബ്ദതയിലായ ഇന്ത്യൻ ക്യാമ്പിൽ മാറ്റമുണ്ടായത്. പൊതുവെ ശാന്തസ്വഭാവിയായ ധോണി ആദ്യമായാണ് ഇത്രയും രോഷാകുലനാകുന്നത്. തന്റെ തുറന്നു പറച്ചിലിൽ ഇന്ത്യയുടെ തോൽവിക്ക് പിന്നിലെ 7 പ്രധാന കാരണങ്ങൾ ധോണി എണ്ണി പറഞ്ഞു. അതിൽ പ്രധാനം തീരുമാനങ്ങളിലെ പോരായ്മകളാണെന്നാണ്. കോച്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ തീരുമാനങ്ങൾ ടീമിനെ തോൽവിയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു എന്ന് പറയാൻ ധോണി ഒട്ടും മടിച്ചില്ല. അതിനൊപ്പം അവസാന ഓവറുകളിലെ പ്ലാനിംഗ് പിഴവും ധോണി ചൂണ്ടിക്കാട്ടി. ഫിനിഷിംഗിൽ ടീം പരാജയപ്പെട്ടതും കളിക്കളത്തിൽ താരങ്ങൾ ആത്മവിശ്വാസം കൈവിട്ടതും ടീമിന് വെല്ലുവിളിയായി എന്ന് ധോണി തുറന്നടിച്ചു. അതുപോലെ ഹാർദിക്കിനെയും സൂര്യകുമാറിനെയും അദ്ദേഹം വിമർശിച്ചു. ഇത്രയും വലിയ താരങ്ങളുണ്ടായിട്ടും മത്സരം അവസാന ഓവർ വരെ വലിച്ചിഴച്ചത് എന്തിനാണെന്നതാണ് ധോണിയുടെ ചോദ്യം. ബൌളർമാർ അല്പം കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇത്രയും വലിയ സ്കോർ നേടാൻ കഴിയില്ലായിരുന്നുവെന്നും അർഷ്ദീപ് സിംഗ് റൺസ് വാരിക്കൊടുത്തുവെന്നും ധോണി പറഞ്ഞു. സൂര്യകുമാർ നൽകിയ നിർദ്ദേശങ്ങൾ അർഷ്ദീപ് സിംഗോ ജസ്പ്രീത് ബുംറയോ അനുസരിക്കാൻ തയ്യാറായില്ല. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് കളിച്ചു, അത് തികച്ചും തെറ്റാണ് എന്നും ധോണി വിമർശിച്ചു. ധോണിയുടെ പ്രസ്താവനയിൽ ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കിയത് ടീമിന്റെ പരിശീലകനായ ഗൗതം ഗംഭീറിനെക്കുറിച്ചുള്ള പരാമർശമാണ്. അതിങ്ങനെയായിരുന്നു: ഇതുപോലൊരു കോച്ചിനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഏത് കളിക്കാരനെയാണ് എപ്പോഴാണ് പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നിങ്ങൾക്കറിയണം. എന്നാൽ ഗൗതം ഗംഭീർ സ്വന്തം ഇഷ്ടത്തിന് തീരുമാനങ്ങൾ എടുക്കുകയും ഇന്ത്യയെ തോൽപ്പിക്കാൻ ഒരു കുറവും വരുത്തുന്നില്ല. 3-ാം നമ്പറിൽ നിരന്തരമായ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ ഗൗതം ഗംഭീർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ധോണി കൂട്ടിച്ചേർത്തു. ഈ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ തീ പോലെ പടർന്നിരിക്കുകയാണിപ്പോൾ. 213 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 165 റൺസിന് പുറത്തായതോടെയാണ് ധോണിയുടെ ഈ പൊട്ടിത്തെറി. ആരാധകരും അതിലേറെ കോൺഫ്യൂഷനിലാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ തോൽവിയുടെ യഥാർത്ഥ കാരണം സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയോ അതോ ഗംഭീറിന്റെ പരിശീലന രീതികളോ? അതുപോലെ ധോണി പറഞ്ഞതിൽ ശരിയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.